നമസ്കാരം. ഭിക്ഷക്കാരനായ ഒരു അയൽക്കാരൻ നമുക്കുണ്ട്. പാകിസ്ഥാനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക നില ഏതാണ്ട് പൂർണ്ണമായി തകർന്നടിഞ്ഞൊരവസ്ഥയിലാണ്. താലിബാനിൽ നിന്നാണെങ്കിൽ ദിവസവും അടിയോടടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നൂർഖാൻ എയർബേസ് ഏതാണ്ട് പൂർണ്ണമായും വീണ്ടും അവർ തച്ചുടച്ചു. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ തകർത്ത നൂർഖാൻ എയർബേസ് അമേരിക്കയുടെ സഹായത്തോടുകൂടി പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ. താലിബാൻ വീണ്ടും അതിനെ അടിച്ചു നിരത്തി. ഏതാണ്ട് ഒരു ഖൈബർ പഖ്തൂൺ മേഖല താലിബാൻ ഏതാണ്ട് പൂർണ്ണമായും പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അതിൽ ഒരു കുറേയൊക്കെ ആധിപത്യം സ്ഥാപിക്കുകയോ ചെയ്തു കഴിഞ്ഞു. അത്തരത്തിലുള്ളൊരു നീക്കം താലിബാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൽ ഉള്ള ആശങ്കയിലും അമർഷത്തിലുമാണ് സ്കൂളിൽ ബോംബിട്ട് ഏതാണ്ട് 400 കുട്ടികളെ പാകിസ്ഥാൻ കൊലപ്പെടുത്തിയത്. അത്തരത്തിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യം പാകിസ്ഥാനിലാകമാനം നിലനിൽക്കുന്നു. ബലൂചിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ വേറെ, ഈ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടത്തുന്ന ആക്രമണങ്ങൾ വേറെ, ഒപ്പം ഈ ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഷിയാകൾ പാകിസ്ഥാനിൽ നടത്തുന്ന കലാപങ്ങൾ വേറെ. ഇത്തരത്തിലെല്ലാം ഒരു സമ്പൂർണ്ണമായ യുദ്ധസമാനമായ അവസ്ഥ, അല്ലെങ്കിൽ ഒരു ആഭ്യന്തര യുദ്ധം, പല ആഭ്യന്തര യുദ്ധങ്ങളുള്ളിൽ തന്നെ നടക്കുന്ന ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ. അതോടൊപ്പം തന്നെ സാമ്പത്തിക നില ഏതാണ്ട് പൂർണ്ണമായി തകർന്നടിഞ്ഞ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാശകോശമായ അവസ്ഥയിലാണ് രാജ്യം നീങ്ങുന്നത്. ഷഹബാസ് ഷെരീഫിൻ്റെ ഒരു പ്രധാനമന്ത്രി സ്ഥാനം പേരിലുണ്ടെങ്കിലും ഭരണം ഇപ്പോൾ ഫീൽഡ് മാർഷലായ, ഒരു യുദ്ധം ജയിച്ചിട്ടില്ലെങ്കിൽ പോലും നെഞ്ച് മുതൽ വയറ് വരെ മെഡലുകൾ ഇങ്ങനെ നിരത്തി കിട്ടിയിട്ട് കയ്യിലൊരു വടിയും പിടിച്ച് നടക്കുന്ന ഫീൽഡ് മാർഷലായ അസീം മുനീറിൻ്റെ കയ്യിലാണ് പാകിസ്ഥാൻ്റെ നിയന്ത്രണവും ഭരണവും ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അസീം മുനീറിൻ്റെ കയ്യിൽ നിയന്ത്രണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് അസീം മുനീർ പോലും ഉറപ്പിച്ച് പറയില്ല. പക്ഷേ ഭരണമുണ്ട്. ഇപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നിയന്ത്രിക്കുന്ന ഭരണത്തിൽ ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഔദ്യോഗിക അറിയിപ്പുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ റിപ്പബ്ലിക് ദിനം മാർച്ച് 23 വിപുലമായ ചടങ്ങുകളോടുകൂടി കൊണ്ടാടുവാൻ പോവുകയാണ്. അപ്പോൾ അതിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ ശക്തമായി പ്രതിരോധിച്ച് ഇന്ത്യക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയുടെ മേൽ കനത്ത നാശനഷ്ടങ്ങൾ ഏൽപ്പിച്ച, ഇന്ത്യക്ക് കനത്ത ആഘാതമേൽപ്പിച്ച ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ ആദരിച്ച് പാകിസ്ഥാൻ്റെ ശക്തമായ ആയുധങ്ങളുടെ ഒരു പ്രദർശനം, പാകിസ്ഥാൻ്റെ സൈനിക ശക്തിയുടെ ഒരു പ്രദർശനം, ഇവയൊക്കെ ആ പരേഡിൽ ഉണ്ടാകും എന്നുള്ളതാണ് പാകിസ്ഥാനികൾ പ്രതീക്ഷിച്ചത്. ഭാരതം പതിവ് പോലെ പാകിസ്ഥാനികളുടെ ഓരോ തമാശകൾ, പുതിയ ചിരിക്കാനുള്ള വകകളുമായി അവർ വരും. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലെ യുദ്ധമാണല്ലോ അവർ ജയിച്ചു എന്ന് അവകാശപ്പെടുന്നത്. ബാക്കിയുള്ളത് നമ്മൾ ജയിക്കുന്നു, അവരുടെ 93,000 സൈനികരുടെ പാൻഡൂരി നിരത്തി നിർത്തി കീഴടങ്ങൽ കരാറിൽ ഒപ്പുവയ്ക്കുന്നു. ഇത്തരത്തിലുള്ള പ്രക്രിയകൾ നമ്മൾ ചെയ്യുന്നു. നമ്മൾ പക്ഷേ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരെ പരിഹസിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ടല്ലാതെ, കാരണം അവർ വിജയിച്ചു എന്ന് അവകാശപ്പെട്ട് നമ്മുടെ തലയിൽ കയറാൻ വരുമ്പോൾ തിരിച്ചൊന്ന് അടിച്ചിരുത്തുവാൻ വേണ്ടിയിട്ടല്ലാതെ ഇതൊന്നും ഉപയോഗിക്കാറുമില്ല. അതുകൊണ്ട് ചിരിക്കാനുള്ളൊരു വക പരേഡിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഭാരതത്തിലും ആളുകൾ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഭാരതത്തിൽ തന്നെ ചില പാകിസ്ഥാൻ പ്രേമികളുണ്ട്. കാരണം ഒരു 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പണ്ട് മുദ്രാവാക്യം വിളിച്ചവരുടെ പിൻതലമുറ ഇന്നും ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. അവർ പാകിസ്ഥാൻ്റെ റിപ്പബ്ലിക് ഡേ പരേഡ് കണ്ട് ഈ അസീം മുനീറിൻ്റെ പ്രതാപം കണ്ട് കോൾമയിർ കൊള്ളാമെന്നുള്ള പ്രതീക്ഷയിൽ അവരും കഴിയുകയായിരുന്നു. എന്നാൽ അവരെ സംബന്ധിച്ച് ദുഃഖകരമായത്, നമ്മളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചിരി ബോംബുകൾ കിട്ടില്ലെങ്കിൽ പോലും ഓർത്ത് ചിരിക്കാൻ പറ്റിയൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ റിപ്പബ്ലിക് ദിന പരേഡ് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണോ? അത് കടം മേടിച്ചെങ്കിലും അവർ ചെയ്തേനെ. പെട്രോളും ഗ്യാസും കിട്ടാനില്ല പാകിസ്ഥാനിൽ. പെട്രോളും ഗ്യാസും കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടികൾ പലയിടത്തും നിരത്തിലിറങ്ങുന്നില്ല, വീടുകളിൽ അടുപ്പ് പുകയുന്നില്ല, ചിലയിടങ്ങളിൽ അതിശൈത്യമുള്ള മേഖലകളിൽ ഈ ഗ്യാസ് ഉപയോഗിച്ച് വീട് ചൂടാക്കുന്ന സമ്പന്നന്മാരുടെ വീടുകളിൽ അതിനുള്ള സംവിധാനം പോലും ഇപ്പോൾ ലഭ്യമല്ല. അവർ പോലും തണുത്ത് വിറച്ച് പലരും പാകിസ്ഥാൻ വിട്ട് ഗൾഫ് മേഖലയിലേക്ക് കുടിയേറുവാൻ ചെന്നപ്പോഴാണ് അവിടെ യുദ്ധം. ഈ പറയുന്ന പോലെ പന്തം കൊളുത്തി പന്തളത്ത് എന്ന് പറഞ്ഞ പോലെ, പട മേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് പലരെയും അങ്ങോട്ട് കയറ്റില്ല. അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിലാണ് അവിടുത്തെ സമ്പന്നന്മാർ. സാധാരണക്കാരെന്ന് പറയുന്നത് പാവപ്പെട്ടവർ, ഗതികേടിൽ ജീവിക്കുന്ന ഒരു
ജനതയാണ് അവിടുത്തെ ഒരു നല്ലൊരു വിഭാഗം ജനത. ഒരു 90% ജനതയും ഗതികേടിലാണ് ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് അപ്രാപ്യമായൊരു സ്വപ്നമാണ്. എന്നാൽ പോലും പല സ്ഥലങ്ങളിലും ഗ്യാസിൻ്റെ ലഭ്യത കുറവെന്നല്ല, ലഭ്യതയില്ല, അലഭ്യത കാരണമുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാണ്. ഈ പശ്ചാത്തലത്തിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് പാകിസ്ഥാൻ റദ്ദ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. സന്തോഷമല്ല, ഒരു കൗതുകവും ചിരിയും ഉണർത്തുന്ന ഒരു വാർത്തയാണ്. സന്തോഷം എന്തിനാണ്? കാരണം റിപ്പബ്ലിക് ദിന പരേഡ് പാകിസ്ഥാൻ്റെ നടന്നാലും ഇല്ലെങ്കിലും നമുക്കത് വിഷയമല്ല. പക്ഷേ പാകിസ്ഥാനെക്കുറിച്ച് ഇത്തരത്തിലൊരു വാർത്ത കേൾക്കുമ്പോൾ ഒരു ചിരി നമ്മുടെ ചുണ്ടുകളിൽ വിരിയും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചില പത്തണയ്ക്ക് പാകിസ്ഥാൻ കുത്തിവാങ്ങാനിരുന്നവരുടെ പിൻതലമുറക്കാർക്ക് വിഷമമുണ്ടായേക്കാം. അവർക്ക് അനുശോചനം ഇപ്പോഴേ അറിയിക്കുന്നു. പാകിസ്ഥാന് അനുശോചനം അറിയിക്കുന്നതിന് മുമ്പ് ഒരു ചിന്ത കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇത്തരത്തിൽ സമ്പൂർണ്ണ ദരിദ്രവാസികളായിട്ടുള്ള അല്ലെങ്കിൽ സമ്പൂർണ്ണ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഭിക്ഷക്കാരായിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരതം പോലുള്ളൊരു രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ജയിച്ചു എന്ന് അവകാശപ്പെടുന്നത്. നമ്മുടെ ബൈജു പറഞ്ഞ പോലെ ഒരു മര്യാദയൊക്കെ വേണ്ടടേ. അപ്പോൾ എന്തായാലും അതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. പാകിസ്ഥാനോട് പറയാനുള്ള ഒരു മര്യാദയൊക്കെ വേണ്ടടേ. നമ്മുടെ പത്തണയ്ക്ക് ടീമുകളുടെ അടുത്ത്, പത്തണയ്ക്ക് പിന്തലമുറ ടീമുകളോട് അനുശോചനങ്ങൾ. അടുത്ത റിപ്പബ്ലിക് പരേഡിന്, അടുത്ത പാട്ട് മത്സരത്തിന് നമുക്ക് കാണാം, കാവിലെ പാട്ട് മത്സരത്തിന് കാണാമായിരിക്കും. അതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ സിന്ദൂർ 2.0 നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിന പരേഡ് നമുക്ക് പാകിസ്ഥാനിൽ കറാച്ചി വരെ എത്തുന്നത് ചിലപ്പോൾ കാണുവാനുള്ള ഭാഗ്യവും നമുക്കുണ്ടായേക്കാം. അന്ന് നിങ്ങളുടെ ഹൃദയം പൊട്ടുന്നത് കണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ളൊരവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.